ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജുസോൺ. അപ്പോൾ നമ്മൾ തൊഴിൽ വാർത്തയുടെ മോക്ക് എക്സാമിന്റെ സെറ്റ് 5 ആണല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്താ താഴെ പറയാം. അതുകൂടാണ്ട് നമ്മളവിടെ മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 10 സീരീസ് നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി അത് പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് കൂടുതൽ വീഡിയോസ് നമുക്ക് അവിടെ ആഡ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അല്ലാതെ പഠിച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പഠിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതൊന്നും കൂടി എന്താ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ ഇത് കുറച്ച് യൂസ്ഫുൾ ആവുന്നുണ്ടാവും. കാരണം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നതും അതേപോലെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ PYQ സീരീസും എല്ലാം എന്താ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. The principle stating that the total net electrical charge in an isolated system always remains constant is called എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണല്ലേ. ഓക്കെ, എന്താ കുളംസ് ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? നമ്മളുടെ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസിനെയാണ് കുളം ഫസ്റ്റ് ലോ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Which type of battery cell is characterized by an irreversible chemical reaction, making it non-rechargeable? പ്രൈമറി സെല്ലാണോ സെക്കൻഡറി സെല്ലാണോ ഏതാ? എക്സാമ്പിൾ, അതായത് characterized by irreversible chemical reaction and make it non-rechargeable. പ്രൈമറി സെൽസ് ആണ് നോൺ റീചാർജബിൾ അല്ലെ. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ റീചാർജബിൾ ആണ് അല്ലെ. അപ്പൊ ഇവിടെ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ റീചാർജബിൾ ആണ്. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താ റീചാർജബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി സെൽസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇംപ്യൂരിറ്റീസ് ബൈ അലോയിങ് ദം ടു സെറ്റിൽ അണ്ടർ ദി ഗ്രാവിറ്റി ഈസ് കോൾഡ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ പ്ലെയിൻ സെഡിമെന്റേഷൻ. ഓക്കെ, പ്ലെയിൻ സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ എന്താണെന്ന് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോ പ്ലെയിൻ സെഡിമെന്റേഷൻ ആണ് ഇവിടെ എന്താ വരുന്നുണ്ടാവുക. ഇതേപോലെ സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലന്റ്, അതെന്താ സംഭവം? അതെന്ന് വെച്ചാല് നമ്മൾ എന്താ ഒരു കെമിക്കൽ എന്ത് ചെയ്യും ആഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ സെക്കൻഡറി സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സ്റ്റേജ് ആണ് അല്ലെ. നമ്മളുടെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ അണ്ടർ ദി ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലെയിൻ സെഡിമെന്റേഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാകും. 1 kWh of electrical energy is equivalent to the following. Which of the following? 1 kWh പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എത്ര കിലോ കാലറി ആണോ അല്ലെങ്കിൽ എത്ര ജൂൾ ആണോ എന്നുള്ളതാണ് നമുക്കവിടെ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എത്ര ആൻസർ വരിക? 1 kWh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ട്സ് ഇൻറ്റു 3600 സെക്കൻഡ് അല്ലെ. ഇപ്പൊ ഇത് അപ്രോക്സിമേറ്റ് എത്ര വരും? 3.6 ഇൻറ്റു 10⁶, ദാറ്റ് മീൻസ് ജൂളിന് വരും അല്ലെ. അപ്പോ ഇവിടെ എത്ര ആൻസർ വരിക? 86 കിലോ കാലറി ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഒരു കിലോ കാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അറിയാം? 4186 ജൂൾസ് ആണ്. അപ്പോൾ 3.6 ഇൻറ്റു 10⁶ ജൂൾ എന്ന് പറഞ്ഞാൽ 1/4186 ഇൻറ്റു 3.6 ഇൻറ്റു 10⁶, ദാറ്റ് മീൻസ് കിലോ കാലറി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? ഇതിലിപ്പം കിലോ കാലറി വെച്ച് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 860 കിലോ കാലറി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിലേക്കുള്ള അപ്രോച്ചിലേക്ക് നമുക്ക് അവിടെ പോവാം. ബാക്കിയുള്ള എന്തായാലും വരില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ബെറ്റർ ചോയ്സ് 860 കിലോ കാലറി എന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പാരപ്ലേറ്റ് കപ്പാസിറ്റർ is connected to a battery. If the distance between its plate is increased, which quantity remains unchanged? ഏതാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ എ ബാറ്ററി ചാർജർ? ഏതാ? നമുക്കറിയാം, നമുക്ക് റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ചാർജിങ് പ്രോസസ്സിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു വോൾട്ടേജ് സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ലെവൽ കുറഞ്ഞതിലേക്ക് നമുക്ക് അവിടെ മാറ്റണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. The primary application of a voltage dependent resistor is to VDR. വോൾട്ടേജ് ഡിപെൻഡന്റ് റെസിസ്റ്ററിന്റെ പ്രൈമറി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? ടു സപ്രസ് ദി വോൾട്ടേജ് സർവീസ്. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ് അല്ലെ. അതായത് VDR അല്ലെങ്കിൽ വാരിസ്റ്റർ അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൈമറി പർപ്പസ് ഓഫ് എർത്തിങ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം ഈസ് ടു. എന്തിനാ? നമുക്ക് അവിടെ ലോ റെസിസ്റ്റൻസ് പാത്ത് വേണം അല്ലെ എർത്തിലേക്ക്. അപ്പൊ ടു എൻഷുർ ദി ലോ റെസിസ്റ്റൻസ് പാത്ത് ടു ദി എർത്ത്. അതെ, ഫോൾട്ട് കറന്റ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എർത്തിലേക്ക് പോകണം. അപ്പൊ ലോ റെസിസ്റ്റൻസിലേക്ക് ആയിരിക്കും പോകണം. അപ്പൊ അതിനോട്ട് ലോ റെസിസ്റ്റൻസ് പാത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓംസ് ലോ ഗിവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഓംസ് ലോ എന്ന് പറയുമ്പോൾ കറന്റും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. In a normal healthy person, an electric current of approximately 10 to 30 milliampere may cause. എന്താ സംഭവിക്കാം? 10 to 30 milliampere വന്നു കഴിഞ്ഞാൽ അവിടെ മസ്കുലർ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ടാവും അല്ലെ. ഇത് നമ്മളെ സേഫ്റ്റിയിൽ വരുന്ന മൊഡ്യൂളാണ് ഇത്. അവിടെ മാതൃഭൂമി അവര് ടീം അത് ഇങ്ങനെ ഇട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിവേ നമുക്കവിടെ നോക്കാം. കാൻഡിൽ ഇസ് ദ യൂണിറ്റ് ഓഫ് കാൻഡില എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി. അപ്പൊ ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെ. ഇന്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കണ്ടില്ല എന്ന് പറയാം അല്ലെ. ഇന്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ കണ്ടില്ല. അപ്പൊ ഇന്റൻസിറ്റി കാൻഡില, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ഓക്കെ, ക്ലിയർ അല്ലേ? ഇല്യൂമിനൻസിന്റെ യൂണിറ്റ് എന്താ? ഇല്യൂമിനൻസിന്റെ യൂണിറ്റ് ലക്സ് ആണ്. അതേപോലെ ലൂമിനസ് ഫ്ലക്സോ? ലൂമിനസ് ഫ്ലക്സ് നമ്മൾ ലൂമൻസ് ഇല്ല മെഷർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. റെസിസ്റ്റിവിറ്റി റിമെയിൻസ് അൺചേഞ്ച്ഡ് വെൻ. എപ്പോഴാ? നമുക്കറിയാം, എന്താ പറയണ്ടേ, നമുക്ക് റെസിസ്റ്റിവിറ്റി പറഞ്ഞാൽ എന്താ, ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മളൊരു റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആവോ? ഇല്ല. മെറ്റീരിയലോ? മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ മെറ്റീരിയൽ ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റെസിസ്റ്റിവിറ്റി ചേഞ്ച് ആവും അല്ലെ. പിന്നെ അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് ഷേപ്പ് ഓഫ് ദി റെസിസ്റ്റർ ആണ് അല്ലെ. ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും? അൺചേഞ്ച്ഡ് തന്നെ ആയിരിക്കും അല്ലെ. അതായത് റെസിസ്റ്റിവിറ്റി പറഞ്ഞാൽ എന്താ, ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലുള്ള ഇതാണല്ലേ. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് എന്താ? ഓപ്ഷൻ എ ആണ്. ആസ് ദ മോയ്സ്ചർ കണ്ടന്റ് ഇൻ സോയിൽ ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് എർത്ത് റെസിസ്റ്റൻസ്? എന്താ സംഭവിക്കാം? എർത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഡിക്രീസ് ആവുന്നത്? നമുക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് അവിടെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സോയിൽ എന്തായിരിക്കും? അവിടെ മൊബൈൽ അയോൺസ് ഉണ്ടാവും. കൂടുതൽ മൊബൈൽ അയോൺസ് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താ ബെറ്റർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താ, എർത്ത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും മോയ്സ്ചർ ഇൻക്രീസ് ആകുമ്പോൾ. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് റീചാർജബിൾ ബാറ്ററി ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ്? ഈ കേസിൽ നമുക്കറിയാം ലിഥിയം അയോൺ ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ലിഥിയം അയോൺ ബേസ്ഡ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. നോഡൽ അനാലിസിസ് അപ്ലിക്കബിൾ ഓഫ്. നോഡൽ അനാലിസിസ് പറയുമ്പോൾ നോഡൽ അനാലിസിസ് പറഞ്ഞാൽ KCL പ്ലസ് ഓംസ് ലോ ആണ് അല്ലെ. അതേപോലെ മെഷ് അനാലിസിസ് പറഞ്ഞാലോ KVL പ്ലസ് ഓംസ് ലോ ആണ്. ഓക്കെ, നോഡൽ അനാലിസിസ് പറഞ്ഞാൽ KCL പ്ലസ് ഓംസ് ലോയും, മെഷ് അനാലിസിസ് പറയുന്നത് KVL പ്ലസ് ഓംസ് ലോ ആണ്. അപ്പോൾ നോഡൽ അനാലിസിസ് പറഞ്ഞാൽ KCL ആണ് ബെറ്റർ ചോയ്സ്. ദി ഇലക്ട്രിക് പവർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ്. എന്താ? വോൾട്ടേജ് പറഞ്ഞാണ് റേറ്റ് ഓഫ് എനർജി എന്ന് പറയാൻ വേണ്ടി പറ്റും. റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്നും നമുക്ക് അവിടെ പറയാം അല്ലെ. കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ എ ആണ്. 1, 2 and 3 are correct.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇതില് ഡൗട്ട് ഒന്നുമില്ലല്ലോ? The voltage measured between any two lines in a three-phase system is called. This is nothing but our line voltage. അല്ലെ? അപ്പൊ ഫേസ് വോൾട്ടേജ് എന്താണെന്നില്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. What is the inverse of resistance is called? 1 by R. 1 by R എന്ന് പറഞ്ഞാൽ എന്താ? It is nothing but G. Conductance. അല്ലെ? ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. കണ്ടക്ടൻസ്. G is nothing but 1 by R. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ? സീമെൻസ് എന്ന് പറയാം. അല്ലെ? ഓക്കെ. അല്ലെങ്കിൽ മോന്നും പറയാം അല്ലെ? The efficiency of an electrochemical cell is defined as. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ എനർജി ആണ്, ഇൻപുട്ട് പറയുന്നത് കെമിക്കൽ എനർജി ആണ് അല്ലെ? അപ്പം ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഒബ്റ്റെയിൻ ടു കെമിക്കൽ എനർജി കൺസ്യൂംഡ് അല്ലെ? ഇലക്ട്രിക്കൽ എനർജി ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ കെമിക്കൽ എനർജി ഇൻപുട്ട്. ഓക്കെ. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ആസ് ദ ഫ്യൂസ് എലമെന്റ് ഇൻ HRC ഫ്യൂസ്? HRC ഫ്യൂസ് നമ്മൾ അവിടെ എന്താ? സിൽവേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. In a double insulated portable electric drill, which connection is not required? പോർട്ടബിൾ ഇലക്ട്രിക് ഡ്രില്ലിന്റെ കേസിൽ അവിടെ എന്താ? എർത്തിങ് അവിടെ വേണമെന്നില്ല, ന്യൂട്രൽ വേണം, ഫ്യൂസ് വേണം, കൺട്രോൾ സ്വിച്ച് എന്തായാലും വേണം. Which type of meter is suitable only for measuring the direct current? പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് അല്ലെ? PMMC. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ. ഓക്കെ, PMMC ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. The breakdown voltage of an electrical cable is influenced by which of the following factors? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ മോയ്സ്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും, ഡ്യൂറേഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഓൾ ഓഫ് ദി അബോ, ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. The primary purpose of a safety device in an electrical circuit is to protect the ഓപ്പറേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓൾ ഓഫ് ദി അബോ. Which of the following are the units of voltage? നമുക്കറിയാം വോൾട്ടേജ് യൂണിറ്റ് വോൾട്ട് കറക്റ്റ് ആണ്. പിന്നെ വെബർ പെർ സെക്കൻഡ് വരുമെന്നില്ല. V=d5/dt ആണ്. ഫ്ലക്സിന്റെ വെബർ ആണ്, ടൈമിന്റെ സെക്കൻഡ്. അപ്പൊ വെബർ പെർ സെക്കൻഡ് വരും അല്ലെ? അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. A conductor carried 7 coulomb charge for a duration of 10 seconds. Then the current through the conductor is equal to. നമുക്കറിയാം I is nothing but dq/dt ആണ് അല്ലെ? ചേഞ്ച് ഇൻ കൂളോം അല്ലെ? ചേഞ്ച് ഇൻ ചാർജ്. അപ്പൊ 7/10 അപ്പൊ 3.7 ആംബർ. ഓപ്ഷൻ ബി ആണ് ബെറ്റർ ചോയ്സ്. A semiconductor material generally contains how many valence electrons? സെമികണ്ടക്ടർ സ്പേസിൽ അറിയാം നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആണ് അല്ലെ? ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് 40 എലമെന്റ്സ് പറയുമ്പോൾ സിലിക്കൺ വരും, ജർമേനിയം വരും. അപ്പം വാലൻസ് ഇലക്ട്രോൺസ് പറഞ്ഞത് 4 ആണ്. കോവാലന്റ് ബോണ്ട് അല്ലെ? ഓക്കെ. Which method is used as the working principle of an earth resistance test? എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ് ഹോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് ആണ് അല്ലെ? Which of the following wiring installation requires system earthing? സിസ്റ്റം എർത്തിങ് ആവശ്യമുള്ളത് ജനറേറ്റിംഗ് സ്റ്റേഷൻസിലും അതേപോലെ തന്നെ സബ് സ്റ്റേഷൻസിലുമാണ്. Which of the following are desirable characteristics of an insulation material? ഇൻസുലേഷൻ മെറ്റീരിയലിന്റെ കേസിൽ പറയുമ്പോൾ എന്തായിരിക്കണം? അത് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെ അതുകൊണ്ടാണ് ലോ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണല്ലോ, ഹൈ ആണ് അല്ലെ? ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതേപോലെ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മളവിടെ ഇൻസുലേഷൻ മെറ്റീരിയൽസിന്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ടാവുക. അപ്പൊ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതേപോലെ ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്.
Two capacitors, 2 farad each are connected in series to a 1 volt battery. The total charge supplied by the battery to the capacitors is. നമുക്ക് ഇതിന് ഏറ്റവും എന്ത് ചെയ്യാം, നമുക്ക് സി ഈക്വലന്റ് കണ്ടുപിടിക്കാം. സി ഈക്വൽ എന്ന് പറയുമ്പോൾ സീരീസ് ആയിട്ടാണ്. അപ്പൊ 2 × 2/2 + 2 4/4 അപ്പൊ 1 ഫാരഡ് എന്ന് കിട്ടി അല്ലെ. അപ്പോ ഇത് നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, സി ഈക്വലന്റ് ഇൻറ്റു വി ആണ് അല്ലെ. അപ്പോ സി ഈക്വൽ എന്ന് പറഞ്ഞാൽ 1 ആണ്, വി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1 കൂളോംബ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പോ എന്താ ഉള്ളത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ക്യൂ ഇസ് നത്തിങ് ബട്ട് സി ഈക്വലന്റ് ടു വി. ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ദി. നമുക്കറിയാം സി ഇസ് നത്തിങ് ബട്ട് എപ്സിലോൺ ഇൻറ്റു എ ബൈ ഡി ആണ് അല്ലെ. സി ഇസ് നത്തിങ് ബട്ട് എപ്സിലോൺ ഇൻറ്റു എ ബൈ ഡി ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, നാച്ചർ ഓഫ് ഡയലക്ട്രിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പ്ലേറ്റിന്റെ തിക്നെസ്സിന് എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, ഇതിലിപ്പം എസ് സി ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 4-ലെയർ 3-ടെർമിനൽ ഡിവൈസ് ആണ്. 4-ലെയർ 3-ടെർമിനൽ സ്വിച്ചിങ് ഡിവൈസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് എന്താ, ഓപ്ഷൻ ഡി ആണ്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺ. മൂവിംഗ് കോയിൽ എന്താ, ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ, ഡി സി ഓൺലി ആയിട്ട് നമുക്ക് അവിടെ പറയാം അല്ലെ. Multimeters generally do not have the facility for the measurement of. മൾട്ടിമീറ്റേഴ്സിന്റെ കേസിൽ പറയുമ്പോൾ കറന്റ്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഒക്കെയാണ്. ഫ്രീക്വൻസി ആവോ ഇല്ല. പിന്നെ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് സ്കെയിൽ ഈസ് യൂസ്ലെസ്. മൂവിംഗ് കോയിലിന്റെ കേസിൽ അവിടെ ലീനിയർ സ്കെയിൽ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. മൂവിംഗ് കോയിലിന്റെ കേസിൽ അവിടെ ലീനിയർ സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നോൺ ലീനിയർ സ്കെയിൽ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും, മൂവിംഗ് അയൺ ടൈപ്പിന്റെ കേസിൽ നമുക്ക് അവിടെ നോൺ ലീനിയർ സ്കെയിൽ രീതിയിൽ പറയാൻ വേണ്ടി പറ്റും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, എ മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. എ സ്റ്റെയർ കേസ് പോയിന്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ബൈ 2-വേ സ്വിച്ചസ് ആണെന്ന് എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര 2-വേ സ്വിച്ചസ് വേണം, 2 2-വേ സ്വിച്ചസ് വേണം. അപ്പൊ വിത്ത് 2 സ്വിച്ചസ് അല്ലെ. വിച്ച് among the following transformer is used for starting the big induction motor? ഇതിൽ നമുക്ക് അവിടെ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ രീതിയിൽ നമുക്ക് അവിടെ പറയാലോ അല്ലെ. ഓക്കെ, പിന്നെ സിംഗ്ലസ് മോട്ടോർ ഡാമ്പർ വൈൻഡിങ് ഇസ് പ്രൊവൈഡഡ് ഇൻ ഓർഡർ ടു. ഡാമ്പർ വൈൻഡിങ് നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് എന്താ പറയുക, നമുക്ക് അവിടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അത് കൂടാണ്ട് നമുക്ക് അവിടെ ഹണ്ടിങ് അല്ലെ, ഹണ്ടിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഹണ്ടിങ് ഒഴിവാക്കാനും അതേപോലെ സ്റ്റാർട്ടിങ്. അപ്പൊ ഇവിടെ ബി സപ്രസ് ദ റോട്ടർ ഓസിലേഷൻസും അതേപോലെ ടു ഡെവലപ്പ് ദി നെസസറി സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്, ബോത്ത് ബി ആൻഡ് സി. ദ പവർ ഫാക്ടർ ഓഫ് എൻ ആൾട്ടർനേറ്റീവ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ്. എന്തായിരിക്കും, ബേസ്ഡ് ഓൺ ദി ലോഡ് അല്ലേ, കണക്റ്റഡ് ലോഡിന്റെ ബേസ് ആയിട്ടല്ലേ. ഓക്കെ, ദ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടോർ ഈസ് പ്ലേസ്ഡ് ഇൻ. അതായത് നമുക്കവിടെ സ്റ്റേറ്റർ വൈൻഡിങ്സിലല്ലേ, അത് അവിടെ നിൽക്കട്ടെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണക്ഷൻ ഇസ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ 3-ഫേസ് 4-വയർ സർവീസ്. ഏതാ, ഡെൽറ്റ സ്റ്റാർ ആണല്ലേ. ഡെൽറ്റ സ്റ്റാർ, ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. The main purpose of performing open circuit test on a transformer is to measure its. നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. അപ്പൊ ഓപ്പൺ സർക്യൂട്ടിന് എന്തൊക്കെയാ കിട്ടുക, അതേപോലെ ഷോർട്ട് സർക്യൂട്ടിന് എന്തൊക്കെയാ കിട്ടുക, അതിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ ബേസ് ആയിട്ട് ഈ എന്താ പറയണ്ടേ ടെസ്റ്റിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന് നമുക്ക് അവിടെ കോർ ലോസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, when the load is removed, which motor will run at the highest speed? സീരീസ് മോട്ടർ അല്ലെ, ഡി സി സീരീസ് മോട്ടറിന്റെ കേസിലാണ് വരുന്നുണ്ടാവുക. The series field winding of a short shunt DC generator is excited by. The series field of a short shunt DC generator is excited by. The load current ആണ് അല്ലെ. In a DC generator, the generator EMF is directly proportional to AG is nothing but N5 ZP divided by
60A ആണ്. അപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് ഏതാ? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ പറയുമ്പോൾ ഫ്ലക്സിനെ ബേസ് ചെയ്ത് അല്ല. A gang condenser is a variable capacitor. The number of electrons in outermost shell of a silicon is. സിലിക്കൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഓക്സൈഡ്, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ. അപ്പൊ 10, 4, 14 വരുന്നുണ്ടാവും. അപ്പൊ 2, 8, 4. അപ്പൊ ഔട്ടർമോസ്റ്റ് ഷെൽ എത്ര? 4 വരുന്നുണ്ടാവുക. വിച്ച് റീജിയൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഇസ് ഹൈലി ഡോപ്ഡ്? എമിറ്റർ ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഹൈലി ഡോപ്പ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. കലക്ടറോ മോഡറേറ്റ്ലി ഡോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ബേസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്? ലൈറ്റ്ലി ഡോപ്പ് ചെയ്തേക്കുന്നത്. The transformer core is laminated to reduce the eddy current loss അല്ലെ. എഡ്ഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാമിനേറ്റ് ചെയ്തേക്കുന്നത്. Which of the following is a class C insulation? ക്ലാസ് സി ഇൻസുലേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്ക ആണല്ലേ. മൈക്ക എന്ന് പറയുന്നതാണ് ക്ലാസ് സി ഇൻസുലേഷന് എക്സാമ്പിൾ. പിന്നെ നിങ്ങൾക്ക് ഒരു കോഡില്ലേ, YAE ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു കോഡ് ഉണ്ടല്ലോ അല്ലെ. The value of dielectric constant for a vacuum is taken as. എത്ര നമ്മൾ 1 ആയിട്ടില്ല നമ്മൾ എടുക്കുന്നുണ്ടാവുക? 1 ആയിട്ടില്ല എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. വിച്ച് പൊസിഷൻ ഓഫ് MA type HPMV lamp is to be hung for a lighting? വെർട്ടിക്കലി ആണോ? ഇൻ ലാർജ് ആൾട്ടർനേറ്റേഴ്സ് ദ മൂവിംഗ് പാർട്ട് ഈസ്. നമുക്കറിയാം ആൾട്ടർനേറ്റേഴ്സിന്റെ കേസിൽ എന്താണ്? ഫീൽഡ് ആണ് എന്താ മൂവ് ചെയ്യുന്നുണ്ടാവുക. ആർമേച്ചർ എന്ന് പറയുന്നത് സ്റ്റഡി ആണ് അല്ലെ. അപ്പം ഫീൽഡ്, ഓക്കെ, ഫീൽഡ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സൈലന്റ് ടൈപ്പ് റോട്ടർ ഈസ് ഓൾസോ കോൾഡ്. സൈലന്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രൊജക്റ്റഡ് പോൾ ടൈപ്പ് അല്ല. പ്രൊജക്റ്റഡ് പോൾ ടൈപ്പ്. ബെസ്റ്റ് സിസ്റ്റം ഓഫ് വയറിംഗ് ഈസ് എന്താ? കണ്ടക്ട് വയറിംഗ് സിസ്റ്റം ആണ് ബെസ്റ്റ്. ദ സ്പീഡ് ഓഫ് എ DC motor can be controlled by varying ഫ്ലക്സ് പെർ പോൾ കുറക്കാം, അതേപോലെ റെസിസ്റ്റൻസ് വേരി ചെയ്യാം, അപ്ലൈഡ് വോൾട്ടേജ്, ഓൾ ഓഫ് ദി അബോവ് വരും അല്ലെ. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. എ ക്ലോസ്ഡ് സ്വിച്ച് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ്. സ്വിച്ച് ക്ലോസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് എത്ര? 0 ആണ് വരുന്നുണ്ടാവുക. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ദ ഷീത്ത് ഇൻ എ കേബിൾ? ലെഡ് ആണോ? വിച്ച് ടൈപ്പ് ഓഫ് കേബിൾ ഈസ് യൂസ്ഡ് അപ് ടു 11 kV? 11 kVയുടെ കേസിലാകുമ്പോൾ നമ്മുടെ ബെൽറ്റഡ് കേബിൾസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ആർമറിംഗ് ദി UG കേബിൾസ്? എന്താണ് ആർമറിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സ്റ്റീൽ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആണ് അല്ലെ. അലുമിനിയം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്പെഷ്യൽ കേസിലൊക്കെ നമ്മൾ അവിടെ അലുമിനിയം യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് അവിടെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഫോളോയിങ് യൂണിറ്റ് ഈസ് ദ കറക്റ്റ് വൺ ഫോർ ദ അപ്പാരന്റ് പവർ? അപ്പാരന്റ് പവർ വോൾട്ടേജ് ഇൻറ്റു കറന്റ്, വോൾട്ട് ആംപിയർ. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. What is the total capacitance of two capacitors C1 and C2 are connected in series? സീരീസ് ആകുമ്പോൾ ലെസ് ദാൻ ദി സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ്, പെയറിലാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ദി ഹയസ്റ്റ് കപ്പാസിറ്റൻസ്. ഓക്കെ. What's the first step should be taken to rescue a person who is contact with the live wire? ഫസ്റ്റ് ആ ഒരു ആളെന്ത് ഐസൊലേറ്റ് ചെയ്യുക അല്ലെ. ഐസൊലേറ്റ് ഹിം ഫ്രം ദി ലൈവ് വയർ. ഫസ്റ്റ് അവിടുന്ന് മാറ്റുക, ഐസൊലേറ്റ് ഹിം. In a purely resistive circuit, the current and voltages are in phase. In phase. The reciprocal of impedance is. Reciprocal എന്താ? ഇംപിഡൻസിന്റെ അഡ്മിറ്റൻസ്. In star connection, the line current is നമുക്കറിയാം ഡെൽറ്റയുടെ കേസിൽ എന്താ? വി ഫേസ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു VL ആണ്. അപ്പൊ I ഫേസ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു IL/√3 ആണ്. അപ്പൊ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ I ഫേസ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു IL ആണ്.
Equal is equal. The current at balanced load in the neutral wire is. ഇതിങ്ങനെ കറണ്ട് ഇൻ ദ ന്യൂട്രൽ വയർ ഓഫ് എ ബാലൻസ്ഡ് ലോഡ് എന്നുള്ള രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇതിലൊരു ടൈപ്പിംഗ് വന്ന എററാണ്. കറണ്ട് ഇൻ ദ ന്യൂട്രൽ വയർ ഓഫ് എ ബാലൻസ്ഡ് ലോഡ് എത്രയായി? കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. ദ എയിം ഓഫ് ആഡിങ് വാട്ടർ ഇൻ എ പിറ്റ് ഡ്യൂറിങ് ഡ്രൈ വെതർ ഈസ് ടു മിനിമൈസ്. എന്തിനാ? ടു മിനിമൈസ് ദി റെസിസ്റ്റൻസ് അല്ലെ. The direction of EMF induced in armature conductors can be found out by induced EMFന്റെ ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഇൻഡ്യൂസ്ഡ് EMFന്റെ. ഓക്കെ. ദ കളർ ഓഫ് സിലിക്ക ജെൽ ബിക്കംസ് ഡാഷ് വൈൽ ഇറ്റ് അബ്സോർബ് ദി മോയ്സ്ചർ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇനീഷ്യൽ കേസിൽ എന്താ? ബ്ലൂ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. പിന്നെ അത് ഡ്രൈ ആവുമ്പോഴെന്താ? അത് പിങ്കിലേക്കായിരിക്കും മാറുന്നുണ്ടാവുക അല്ലെ. പിങ്കിലേക്കായിരിക്കും മാറുന്നുണ്ടാവുക, അതായത് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമ്പോൾ. 2 wattmeter method is used to measure the three-phase power. The rotating magnetic field rotated synchronous speed ആയിരിക്കും. The main source of hydroelectric power station is. ഹൈഡ്രോഇലക്ട്രിക് ആകുമ്പോൾ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. The forward resistance of a diode will be എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. അപ്പൊ അവിടെ 80 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ കുറച്ച് എന്താ പറയണ്ട ലോ സ്റ്റാൻഡേർഡ് ആണ്. അതേകൂടാണ്ട് എന്താ പറയണ്ട നമ്മൾ ആ ഒരു ഇത് ഒരു കീപ്പ് ചെയ്യാത്ത പോലെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ. ബാക്കിയുള്ളൊക്കെ കുറച്ച് എന്തെങ്കിലും ഒരു മീഡിയം സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര ലോ ആയതുപോലെ ഒരു ഫീലിംഗ് ആണ് ഉള്ളത്. ഇനിയിപ്പോ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മള് നിങ്ങളോട് പറഞ്ഞ പോലെ ഇതിപ്പോ മാതൃഭൂമിയുടെ അവര് സെറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മളുടെ കുറച്ച് മോക്ക് എക്സാംസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.